ഹലോ ഓൾ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ്. എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അറിയാവുന്ന എലമെന്റ്സിനെ അവരുടെ പ്രോപ്പർട്ടീസിന് അനുസരിച്ചിട്ട് ഒരു ടേബിൾ ആക്കിയിട്ടുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. സോ സിമിലർ എലമെന്റ്സ് എന്ത് ചെയ്യും, ഒരു സെയിം വേർട്ടിക്കൽ കോളത്തിൽ വരികയും ചെയ്യും. അതുപോലെ ഡിസിമിലർ എലമെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഏർലി സ്റ്റേജസിൽ സയന്റിസ്റ്റ് ക്ലാസിഫൈ ചെയ്യാറുള്ളത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള കാറ്റഗറിയിലായിരുന്നു. പക്ഷേ ചില എലമെന്റ്സ് മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും അല്ലാത്ത കുറച്ച് പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങി. അവരെ നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് വിളിച്ചു. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് സഫിഷ്യന്റ് ആവാതെ വന്നു. അങ്ങനെ വരുമ്പോ ഒരുപാട് കെമിസ്റ്റും ഫിസിസിസ്റ്റും ഇവരൊക്കെ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്നു. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് വന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഡൊബ്രൈനേഴ്സ് ട്രയാഡ്സ്. 1817 ജർമ്മൻ കെമിസ്റ്റ് ആയിട്ടുള്ള ഡൊബ്രൈനർ എന്ത് ചെയ്തു, എലമെന്റ്സിനെ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ ഗ്രൂപ്പ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം കണ്ടുപിടിച്ചു 3 എലമെന്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ 3 എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പിനെ അദ്ദേഹം ട്രയാഡ് എന്ന് വിളിച്ചു. ആ ട്രയാഡില് എലമെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അറ്റോമിക് മാസിന്റെ ഓർഡറിലായിരുന്നു. നമ്മൾ പറഞ്ഞു ഒരു ട്രയാഡില് 3 എലമെന്റ്സ് ഉണ്ടാകും, അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അറ്റോമിക് മാസിന്റെ ഓർഡറിലാണ് എന്നുള്ളത്. ഇതിലെ ആദ്യത്തെയും അവസാനത്തെയും എലമെന്റിന്റെ അറ്റോമിക് മാസിന്റെ അരിത്മെറ്റിക് മീൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സെക്കൻഡ് എലമെന്റിനോട് സിമിലർ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ക്ലാസിഫിക്കേഷന് കുറച്ച് എലമെന്റ്സിന് മാത്രമേ അപ്ലിക്കബിൾ ആയതുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൊബ്രൈനറിന്റെ ട്രയാഡ് എന്ത് ചെയ്തില്ല, വിജയിച്ചില്ല. അങ്ങനെ വരുമ്പോഴാണ് 1866 ന്യൂലാൻഡ്സിന്റെ ലോ ഓഫ് ഒക്ടേവ്സ് വരുന്നത്. ഇംഗ്ലീഷ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ജോൺ ന്യൂലാൻഡ്സ് എന്ത് ചെയ്തു, നമ്മുടെ എലമെന്റ്സിനെ അറ്റോമിക് മാസിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ലോവസ്റ്റ് അറ്റോമിക് മാസിലെ ഹൈഡ്രജനിൽ തുടങ്ങി 56th എലമെന്റ് ആയിട്ടുള്ള തോറിയത്തിൽ അദ്ദേഹം എൻഡ് ചെയ്തു. അദ്ദേഹം നോട്ടീസ് ചെയ്തു every 8th element was similar in properties to the first element എന്നുള്ളത്. ഓരോ 8th എലമെന്റും ഫസ്റ്റ് എലമെന്റിനോട് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി, ഒരു സിസ്റ്റമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മുടെ അറ്റോമിക് മാസസിന്റെ ഓർഡറിലും അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സിലും എന്നുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു ടാബുലാർ ഫോമില് റെപ്രസെന്റ് ചെയ്തപ്പോ അതൊരു പീരിയോഡിക് റിപ്പീറ്റേഷൻ ആയിട്ട് മാറി. അങ്ങനെയാണ് പീരിയോഡിസിറ്റി എന്നുള്ള ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ലോ ഓഫ് ഒക്ടേവ്സും കാൽഷ്യം വരെ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതിനുശേഷമുള്ള എലമെന്റ്സിനൊന്നും ഈ ഒരു ലോ അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ന്യൂലാൻഡ്സിന്റെ ലോ ഓഫ് ഒക്ടേവ്സും ഒരു പരാജയമായിട്ട് മാറി. അതിനുശേഷമാണ് 1869 റഷ്യൻ കെമിസ്റ്റ് ആയിട്ടുള്ള ഇവാനോവിച്ച് മെൻഡലീവ് എന്ത് ചെയ്യുന്നത്, 63 നോൺ എലമെന്റ്സിനെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിൽ അറ്റോമിക് മാസിന്റെ ഓർഡറിൽ ഒരു ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ഒബ്സർവ് ചെയ്തു, properties of the elements recur cyclically when they were arranged in the order of their increasing atomic masses. അവരുടെ അറ്റോമിക് മാസിന്റെ ഓർഡറിൽ അവരെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ സൈക്കിളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി, നമ്മുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് മാസ് എന്നുള്ളത്. എലമെന്റ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അറ്റോമിക് മാസിന്റെ പീരിയോഡിക് ഫങ്ഷൻ ആണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ലോ ഓഫ് കെമിക്കൽ പീരിയോഡിസിറ്റി വരുന്നത്.
അങ്ങനെ നമ്മളൊരു ടാബുലാർ ഫോർമാറ്റിൽ ഇവർ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതില് 8 വേർട്ടിക്കൽ കോളംസ് വന്നു. ഇതിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു. അതുപോലെ 7 ഹൊറിസോണ്ടൽ റോസ് വന്നു. അതിനെ നമ്മൾ പീരിയഡ്സ് എന്നും വിളിച്ചു. നമ്മുടെ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന് സെവറൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിലെ ഫസ്റ്റ് വൺ, ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എലമെന്റ്സിന് ഇത് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ടേബിൾ എന്ത് പ്രൊവൈഡ് ചെയ്തു? സിമിലർ പ്രോപ്പർട്ടീസുള്ള എലമെന്റ്സിനെ ഒരു ഗ്രൂപ്പ് ആക്കി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അത് നമ്മളെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയിങ്ങിനും അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് എലമെന്റ്സിനെ അവരുടെ പ്രോപ്പർട്ടീസ് വെച്ച് ഓർത്തിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹം അന്ന് കണ്ടുപിടിക്കാത്ത എലമെന്റ്സ് വരെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അവർക്ക് ബ്ലാങ്ക് സ്പേസസ് എന്ത് കൊടുത്തു, അവിടെ ഒഴിച്ചു വിട്ടു. അതിന്റെ പ്രോപ്പർട്ടീസും അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ബെറിലിയത്തിന്റെ ഒക്കെ അറ്റോമിക് മാസ് 13.5 ആയിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അത് കറക്റ്റ് ചെയ്തിട്ട് 9 എന്നുള്ള അറ്റോമിക് മാസിൽ കൊണ്ടെത്തിച്ചു. പക്ഷേ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ, നമ്മുടെ ഹൈഡ്രജന് ഒരു പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ മെൻഡലീവിന് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു. നമ്മുടെ ഹൈഡ്രജന് ആൽക്കലി മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ അതൊരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ് ഹാലജൻസിനെ പോലെ. പക്ഷേ നമ്മുടെ മെൻഡലീവിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പൊസിഷന് നമ്മുടെ ഹൈഡ്രജന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഐസോടോപ്സിനും ഒരു പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെൻഡലീവിന് സാധിച്ചില്ല. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ മെൻഡലീവ് അറ്റോമിക് മാസിന്റെ ഓർഡറിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങിയത് എന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഈ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. ചില എലമെന്റ്സിനെ അദ്ദേഹം സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളത് വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർഗന്റെ മാസ് 39.9 ആയിരുന്നു. പക്ഷെ അത് അദ്ദേഹം പ്ലേസ് ചെയ്തത് 39.1 അറ്റോമിക് മാസ് വരുന്ന പൊട്ടാസ്യത്തിന്റെ മുന്നേ ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആർഗണ് വരേണ്ടത് എവിടെയാണ്? പൊട്ടാസ്യത്തിന് ശേഷമാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തില്ല? അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ ഫോളോ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കോപ്പറും മെർക്കുറിയും സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് ആണ്. പക്ഷെ അദ്ദേഹം കോപ്പർ ഗ്രൂപ്പ് 1ലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പ് 1ൽ അദ്ദേഹം പ്ലേസ് ചെയ്ത ഒരു എലമെന്റ്സിനും കോപ്പറുമായിട്ട് സിമിലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ മെൻഡലീവ് കണ്ടെത്തിയിട്ടുള്ള പീരിയോഡിക് ടേബിളിന്റെ സെവറൽ ഡിസഡ്വാൻറ്റേജസ്. ഇനി നമ്മൾ മെൻഡലീവിന്റെ ഈ പീരിയോഡിക് ടേബിൾ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു മോഡിഫിക്കേഷൻ ആയിട്ട് 1913 ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ഹെൻറി മോസ്ലി വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ എലമെന്റ്സിനെ അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തു. അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കണ്ടുപിടിച്ചു നമ്മുടെ മെൻഡലീവ് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മുടെ അറ്റോമിക് മാസിന്റെ ഫംഗ്ഷൻ എന്നായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് അവരുടെ അറ്റോമിക് നമ്പറിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ് എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം നമ്മുടെ മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ എന്ത് ചെയ്തു? നമ്മുടെ ലോകത്തിലേക്ക് വലിയൊരു വാതില് തന്നെ തുറന്നു തന്നു.